ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് തുറന്നടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്തിടെ 52,000 നിരപരാധികളായ പ്രതിഷേധക്കാരെ കൊന്നൊടുക്കിയ ഇറാനെതിരെ നെതന്യാഹു പോരാടുകയാണെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കൻ സൈനികരെയും മറ്റ് സാധാരണക്കാരെയും കൊന്നൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നെതന്യാഹു എത്തുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു യുദ്ധക്കുറ്റവാളിയാണെന്നും മന്ദാനി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ദാനിയുടെ പേര് എടുത്തു പറയാതെ ട്രംപിന്റെ മറുപടി. 2024 നവംബർ 21 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഗസയിൽ പട്ടിണി യുദ്ധതന്ത്രമായി ഉപയോഗിച്ചു, സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി, കൊലപാതകം ഉൾപ്പെടെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നീ ആരോപണങ്ങളാണ് ICC നെതന്യാഹുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം ICCക്കും മന്ദാനിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നെതന്യാഹുവിന്റെ ഓഫീസ് നടത്തുന്നത്. മന്ദാനിക്ക് അമേരിക്കയോട് രഹസ്യമായ വെറുപ്പാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. അമേരിക്കൻ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രയേലിനെ അപലപിക്കുന്നത് അമേരിക്കയെ വെറുക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു തുറന്നു പറഞ്ഞു. അറസ്റ്റ് മുന്നറിയിപ്പുകൾക്കിടയിലും നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിക്കുമെന്നും ഒരു നഗരത്തിന്റെ മേയർക്ക് ഒരു അന്താരാഷ്ട്ര നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു അധികാരവുമില്ലെന്നും ഇസ്രയേലിന്റെ UN അംബാസിഡർ തുറന്നു പറഞ്ഞു. മേയറുടെ പ്രസ്താവന വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് UNലെ അമേരിക്കൻ അംബാസിഡർ പരിഹസിച്ചു. അമേരിക്ക ICCയിൽ അംഗമല്ലാത്തതിനാൽ ഇത്തരം നടപടികൾക്ക് നിയമസാധുതയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. തന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള ആശങ്കകളെ നെതന്യാഹു തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നെതന്യാഹു അഭിമാനപൂർവ്വം ന്യൂയോർക്കിൽ എത്തുമെന്ന് ഇസ്രയേൽ അംബാസിഡർ വ്യക്തമാക്കി. നെതന്യാഹു നഗരത്തിൽ എത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തനിക്ക് അധികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് നഗരത്തിലെ നിയമവകുപ്പുമായി സജീവമായ ചർച്ചയിലാണെന്ന് മേയർ വെളിപ്പെടുത്തി. ന്യൂയോർക്ക് സിറ്റിയിലെ നിയമങ്ങൾ അനുവദിക്കുന്ന എന്തും തങ്ങൾ ചെയ്യുമെന്നും എന്നാൽ അതിനായി സ്വന്തം നിലയ്ക്ക് നിയമങ്ങൾ നിർമ്മിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ദാനിയുടെ മേയർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നെതന്യാഹുവിനെതിരെയുള്ള കടുത്ത നിലപാടുകളും ഡെമോക്രാറ്റിക് വോട്ടർമാർക്കിടയിൽ ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ വന്ന വലിയ മാറ്റത്തെയാണ് കാണിക്കുന്നത്. മെയ് മാസത്തിൽ നടന്ന ഒരു സർവേ പ്രകാരം 3/4 ഡെമോക്രാറ്റിക് വോട്ടർമാരും ഇസ്രയേലിനുള്ള US സഹായത്തെ എതിർക്കുന്നു. ഇസ്രയേലിന്റെ ഗാസയിലെ യുദ്ധത്തെ വംശഹത്യ എന്ന് മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥരും വിശേഷിപ്പിക്കുമ്പോൾ തങ്ങളുടെ പാർട്ടി ഇസ്രയേലിനെ അമിതമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് പകുതിയോളം വോട്ടർമാരുടെയും അഭിപ്രായം. ഇതിലെ പ്രതിഫലനമെന്നോളം ഈ ആഴ്ച ആദ്യം നടന്ന വോട്ടെടുപ്പിൽ US ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ പകുതിയോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഇസ്രയേലിനുള്ള സഹായം നിർത്തലാക്കാൻ വോട്ട് രേഖപ്പെടുത്തി. മേയർ മന്ദാനി ആരെയാണ് അപലപിക്കുന്നതെന്നും ആരെയാണ് പുകഴ്ത്തുന്നതെന്നും സ്വയം പരിശോധിക്കണം. അമേരിക്കൻ മൂല്യങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിനെയാണ് മേയർ കുറ്റപ്പെടുത്തുന്നതെന്ന് നെതന്യാഹു തിരിച്ചടിച്ചു. ഗസയിലെ ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്തിട്ടുള്ള നേതാവാണ് സൊഹ്റാൻ മന്ദാനി. ഗസ വിഷയത്തിൽ നിലവിലെ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന നയങ്ങളെ അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിക്കാറുള്ളത്. ചരിത്രത്തിൽ ഇത്രയും പരാജയപ്പെട്ട ഒരു വിദേശ നയം വേറെയില്ലെന്നാണ് മേയറുടെ ആക്ഷേപം. അതേസമയം ഗസയിലെ ഇസ്രയേൽ സൈനിക നടപടികളെ അപലപിക്കുമ്പോൾ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണത്തെയും മന്ദാനി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പിന്നാലെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചും നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചതായും വിവരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.